അയ്യോ എനിക്ക് പി ആർ ഇല്ല, പി ആർ കൊടുക്കാനുള്ള കാശ് ഒന്നും അത് കയ്യിരിക്കില്ല. പിന്നെ അഥവാ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും പി ആർ കൊടുത്ത് ഞാൻ ഒരു ഗെയിമിലും പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ആ ഗെയിമിൽ നിന്ന് വാക്കൗട്ട് ആയിപ്പോ. അതായിരുന്നു അവരുടെ ഡിമാൻഡ് എങ്കിൽ ഞാൻ ഏഷ്യാനെറ്റിന്റെ എവിക്റ്റ് ആയപ്പോഴും പറഞ്ഞത് എനിക്ക് ഒറ്റ കാര്യം പറയാം, അടുത്ത സീസൺ നിങ്ങൾ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇതൊന്ന് സെർച്ച് ചെയ്തിട്ട് യോഗ്യരായ ആൾക്കാരെ നിങ്ങൾ സെലക്ട് ചെയ്യും. കോമണേഴ്സിന് എടുത്താൽ മതി, പി ആർ ഇല്ലാതെ കളിക്കുന്നവർ കൊടുക്കട്ടെ, ജനങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുക. പക്ഷെ പി ആറിന് സപ്പോർട്ട് വേണം, പി ആർ വേണം, അതിനൊരു മാനദണ്ഡം വെക്കണം. അല്ലാതെ അവര് എവിക്റ്റ് ചെയ്ത് ഒരു പണിഷ്മെന്റ് പോലെ എവിക്റ്റ് ചെയ്ത് കളയണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം. ഇതൊരു ഉട്ടോപ്യൻ ആഗ്രഹമാണ്, പക്ഷെ നടന്നാൽ കൊള്ളാം. നടന്നാൽ ജനങ്ങൾക്ക് നല്ലൊരു ഗെയിമും ഇത് കാണാൻ പറ്റും. കാരണം ഇതിപ്പോ എല്ലാവർക്കും കാണാൻ പറ്റും, കണ്ടസ്റ്റൻസിന്റെ ഭാഷകൾ കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് കാണാൻ പറ്റാത്ത അവസ്ഥയാണ്, ഫാമിലിക്ക് കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. അത് ബിഗ് ബോസ് എന്ത് ചെയ്യാൻ പറ്റും? മ്യൂട്ട് എത്രയെന്ന് വെച്ചാൽ അപ്പൊ അതിനകത്തൊന്നും പറയാനില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ബിഗ് ബോസിനൊന്നും പറയാനില്ല. അല്ല, അവിടെ കുറെ അധികം ആൾക്കാർക്ക് പി ആർ ഉണ്ട്, അനിമോൾക്ക് മാത്രമല്ല. ആരോപിച്ച ആൾക്കാർക്കും ആരോപിക്കപ്പെടാത്ത ആൾക്കാർക്കും ഒക്കെ പി ആർ അതിനകത്തുണ്ട്. ഞാൻ പേരുകൾ എടുത്ത് പറയുന്നില്ല. പിന്നെ അനിമോൾ എന്റെ സംബന്ധിച്ച് എനിക്ക് പി ആർ ഉള്ളതുകൊണ്ട് അനുമോളാണെന്ന് എല്ലാവരും പറയുന്നു. ആരും പി ആർ ഇല്ലാത്തവരില്ല, മിക്കവരും പി ആർ. എന്നെ പോലെ കുറച്ച് സാധാരണ ആദ്യമാതി വിക്റ്റായി പോയ ആൾക്കാർക്കാണ്. രഞ്ജിത്ത് മുൻഷിക്കൊന്നും പി ആർ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല, വിൻസിക്ക് ഉണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് സരിക പി ജിക്ക് ഇല്ലായിരുന്നു. അതുകൊണ്ടൊക്കെയാണല്ലോ അവരൊക്കെ ആദ്യമേ പോകുന്നത്.